Good morning, students. Today we are going to discuss the kinematics of fluid flow. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതായത് ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും ഇപ്പോൾ പകുതി വരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റാറ്റിക്സ് ആണ്. അതായത് ഒരു ഫ്ലൂയിഡ് ഫ്ലോയിലെ സ്റ്റാറ്റിക് പാർട്ടുകളാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കൈനമാറ്റിക്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഇൻ മോഷൻ, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ്, ലിക്വിഡ്, ഗ്യാസ് രണ്ടും ഫ്ലൂയിഡാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഇൻ മോഷൻ ഉള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അത് സ്റ്റാറ്റിക് നിശ്ചലാവസ്ഥയിലല്ല ഉള്ളത്, ഒരു പൈപ്പ് ഫ്ലോ അല്ലെങ്കിൽ ചാനൽ ഫ്ലോയിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ മോഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് പൈപ്പ് ഫ്ലോ, എന്താണ് ചാനൽ ഫ്ലോ എന്നുള്ളത് ഫസ്റ്റ്ലി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. പൈപ്പ് ഫ്ലോ എന്താണ് നിങ്ങൾക്കറിയാം. സാധാരണ പൈപ്പ് നിങ്ങൾക്കറിയാം, സർക്കുലർ ഷേപ്പിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ലെങ്തി ഒബ്ജക്ട്സ് ആണ് പൈപ്പ്. വാട്ടർ ഫ്ലൂയിഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഗ്യാസ് ആയാലും ലിക്വിഡ്സ് ആയാലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. പൈപ്പ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിലാണ്, ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഓക്കെ, അതിൻ്റെ സർഫേസ് എന്ന് പറയുന്നത് പെരിഫറി. അപ്പോൾ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചാനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ഭാഗം ഓപ്പൺ ആയിരിക്കും. അതായത് ഒരു പൈപ്പ് ഹാഫ് പോർഷനിൽ കട്ട് ചെയ്തതുപോലെ പൈപ്പ് ലെങ്ത് വൈസ് പൈപ്പ് ഹാഫ്, ആ ഒരു സർക്കിൾ ക്രോസ് സെക്ഷൻ ഹാഫ് വൈസ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചാനൽ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതായത് ടോപ്പ് ഭാഗം നമുക്ക് ഓപ്പൺ ആയിരിക്കും ചാനൽ കേസിൽ. ഓക്കെ, അതാണ് ചാനലും പൈപ്പും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡെഫിനേഷനൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പ് ഫ്ലോയും ചാനൽ ഫ്ലോയും പഠിക്കും. അതിൽ ഫസ്റ്റ്ലി നമ്മൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൈപ്പ് ഫ്ലോനെ കുറിച്ചാണ്. അപ്പോൾ പൈപ്പ് ഫ്ലോ എന്താണെന്ന് ഉള്ളത്, അതിനകത്തുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും, അതിൽ കൈനമാറ്റിക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കൈനമാറ്റിക്സും ഡൈനാമിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൈനമാറ്റിക്സ് എന്താണ്? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് പഠിക്കുന്നത്, പക്ഷേ ഫോഴ്സസ് കോസിങ് ദ മോഷൻ പഠിക്കുന്നില്ല. ഓക്കെ, ആ മോഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മോഷൻ ഉണ്ടാവാൻ കാരണം ഏത് ഫോഴ്സാണോ ആ ഫോഴ്സിനെ നമ്മുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതാണ് കൈനമാറ്റിക്സ്. മോഷൻ കോസ് ചെയ്യുന്ന ഫോഴ്സ് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റഡി നമുക്ക് ഡൈനാമിക്സ് എന്ന് പറയാം. അത്ര ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, ദെൻ ദ വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻ എ ഫ്ലോ ഫീൽഡ് അറ്റ് എനി ടൈം ഈസ് സ്റ്റഡീഡ് ഇൻ ദ ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓക്കെ, ദറ്റ് വി ഓൾറെഡി നോ. ഓക്കെ, ദെൻ വൺസ് ദ വെലോസിറ്റി ഈസ് നോൺ, വെലോസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ എന്താണ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡും കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വെലോസിറ്റി ആക്സിലറേഷനും കണ്ടുപിടിക്കുക. ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കുക. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലൂയിഡ് ഫ്ലോയിൽ വെലോസിറ്റി. അതൊരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഏത് പോയിന്റിലും ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവും. ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ, ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ പൈപ്പിൽ ഒരുപാട് ക്രോസ് സെക്ഷൻസ് നമുക്ക് എടുക്കാം. ഒരു ക്രോസ് സെക്ഷൻ, കുറച്ച് ദൂരം മാറി വേറെ ക്രോസ് സെക്ഷൻ, അപ്പോൾ അവിടെ എല്ലാമുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഫ്ലൂയിഡ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് എന്താണെന്ന് എക്സാമിന് ചോദിക്കും. 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഡിസ്ക്രൈബിങ് ഫ്ലൂയിഡ് മോഷൻ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ മെത്തേഡ്, മറ്റൊന്ന് ഓയിലേറിയൻ മെത്തേഡ്. ഓക്കെ, ഇതാണ് സ്പെല്ലിങ്. നിങ്ങൾ ഓയിലേഴ്സ് ഫോർമുല ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഓയിലേറിയൻ മെത്തേഡും ലഗ്രാഞ്ചിയൻ മെത്തേഡും. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് ഫ്ലോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലഗ്രാഞ്ചിയൻ മെത്തേഡ്? അതിനകത്ത് നമ്മളൊരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണ് പഠിക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യും, ഒറ്റൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. എന്നിട്ട് അതിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡെൻസിറ്റി ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഫ്ലോ ചെയ്യും. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റിലൊക്കെയുള്ള ആക്സിലറേഷൻ, വെലോസിറ്റി, ഡെൻസിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, അതാണ് ലഗ്രാഞ്ചിയൻ മെത്തേഡ്. പക്ഷേ ഓയിലേറിയൻ മെത്തേഡിൽ നമ്മളൊരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ അല്ല പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് അറ്റ് എ പോയിൻ്റ്, ഒരു ഫ്ലോ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടെ
അതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. അപ്പോൾ ആ പോയിന്റിലുള്ള വെലോസിറ്റി, ആക്സലറേഷൻ, പ്രഷർ, ഡെൻസിറ്റി ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത് ഓയിലേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ഓർത്ത് വെക്കുക. ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ നമ്മൾ ഒറ്റൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ മോഷൻ എങ്ങനെയാണെന്ന് പഠിക്കും, അതിൻ്റെ വെലോസിറ്റിയും കാര്യങ്ങൾ. മറ്റേ ഓയിലേറിയൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും, ലഗ്രാഞ്ചിയൻ മെത്തേഡ് പോലെയല്ല, ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് പകരം ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ പോയിൻറ്റിലെ വെലോസിറ്റി, പ്രഷർ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സിനെ കുറിച്ചും ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സാമിന് എഴുതേണ്ടി വരും. അത് നമുക്ക് നോട്ട്സ് ഞാൻ വേറെ തരാം, കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന നോട്ട്സ്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ എക്സാമിന് ഒരു 3 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ 3 മാർക്ക്. ഇപ്പോൾ നിങ്ങളുടെ പാറ്റേൺ വെച്ചിട്ട് 3 മാർക്കാണ്. ഓക്കെ, 2019 സ്കീം പ്രകാരം 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വേണമെങ്കിൽ 5 മാർക്കിനും ചോദിക്കാൻ പറ്റും നെക്സ്റ്റ് സെക്ഷനിൽ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. നമ്മൾ ഇത്രയും സമയം ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ മൊഡ്യൂളിൽ കൈനമാറ്റിക്സ് പഠിക്കുന്നു, അതായത് ഫോഴ്സസ് കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷേ എന്താണ് ഫ്ലൂയിഡ് അറ്റ് മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫ്ലോ ഉണ്ട്, ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെ ടൈപ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഇവിടെ 6 ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ആൻഡ് ടെർബുലൻറ്റ് ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ, റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ, പിന്നെ 1, 2 ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം, ലാമിനാർ ആൻഡ് ടെർബുലൻറ്റ്, ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതൊന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ വരുന്നത് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. അപ്പോൾ സിംപ്ലി നിങ്ങൾ സ്റ്റഡി ഫ്ലോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ എടുക്കുകയാണ്, അതിനകത്ത് ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ വെലോസിറ്റിയും പ്രഷറും ഡെൻസിറ്റിയൊക്കെ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അറ്റ് എ പോയിൻറ്റ് ഈ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി എക്സെട്ര അറ്റ് എ പോയിൻറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമയം മാറുന്നതിനനുസരിച്ചിട്ട് ടൈം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെലോസിറ്റിയും പ്രഷറും ഡെൻസിറ്റിയും ഒന്നും ഒരു പോയിൻറ്റിൽ ചേഞ്ച് ചെയ്യില്ല. ആ പോയിൻറ്റിൽ എപ്പോഴും വെലോസിറ്റിയും പ്രഷറും ഡെൻസിറ്റിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം മാറിക്കൊണ്ടിരിക്കും, പക്ഷേ അറ്റ് എ പോയിൻറ്റ് എന്താണ് ആ ഫ്ലോ ഫീൽഡിൽ അറ്റ് എ പോയിൻറ്റ് എന്താണ് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡോ വി ബൈ ഡോ ടി അറ്റ് x0 y0 z0. ഇതിനകത്ത് x0 y0 z0 നമ്മൾ പറഞ്ഞു അറ്റ് എ പോയിൻ്റ് എന്ന് പറഞ്ഞു അല്ലേ, ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ്. ഒരു പൈപ്പ് ഫ്ലോ ആണെങ്കിൽ അതിനകത്ത് ആ ഫ്ലോ ഫീൽഡിലെ ഒരു പോയിൻ്റാണ് 3 കോർഡിനേറ്റ്. കാരണം 3D ആകുമ്പോൾ പൈപ്പ് ഫ്ലോ 3D ആണ്. അപ്പം ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ 3 കോർഡിനേറ്റും റെപ്രസെൻറ്റ് ചെയ്യണം. എക്സ് ആക്സിസിൽ, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, അങ്ങനെയാണ് നമ്മളൊരു 3Dയിൽ ഒരു പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ എക്സ് വൈ സെഡ് കോമ്പണൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പം x0 y0 z0 എന്ന് പറഞ്ഞാൽ 3 കോമ്പണൻറ്റും എഴുതി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ x0 y0 z0 എന്ന് പറയുന്ന ഒരു സ്പേസിലെ, അതായത് ആ ഒരു പൈപ്പിനകത്തെ ഫ്ലോ ആണെങ്കിൽ ആ ഫ്ലോ ഫീൽഡ് ഒരു പോയിന്റ്, അവിടെ ഡോ വി ബൈ ഡോ ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിനകത്ത് ചേഞ്ച് ഇല്ല, ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല. അതുപോലെ തന്നെ പി, ഡോ പി ബൈ ഡോ ടി പറയുമ്പോൾ പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ഇതാണ് സ്റ്റഡി ഫ്ലോ. ഇനി അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്താണ്? അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഒരു പോയിന്റിൽ ടൈം മാറുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി മാറും, ഡെൻസിറ്റി മാറും, അതുപോലെ ഫ്ലോയിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അവിടെ മാറുന്നുണ്ട്. അപ്പോൾ എന്താണ്? ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെൻസിറ്റി, പ്രഷർ, വെലോസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഡോ വി ബൈ ഡോ ടി അറ്റ് എ പോയിൻറ്റ് x0 y0 z0 ആണ് ആ പോയിൻറ്റിൻ്റെ കോമ്പണൻസ്. 3D ആയതുകൊണ്ട് 3 കോമ്പണൻറ്റ് വേണം അല്ലേ, 3D ഫ്ലോ ആണ്. ഓക്കെ,
അപ്പോൾ ദറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതാണ് അൺസ്റ്റഡി ഫ്ലോൻ്റെ എന്ത് മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഫ്ലോ എന്താണ്, അൺസ്റ്റഡി ഫ്ലോ എന്താണ്, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോസ്. യൂണിഫോം ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത് വിത്ത് റെസ്പെക്റ്റ് ടു ടൈമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ആണ്. ഓക്കെ, യൂണിഫോം ഫ്ലോ ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ്, ലെങ്ത് ഓഫ് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ. ഓക്കെ, അതായത് സ്പേസ് കോർഡിനേറ്റ്സ് മാറുന്നതിനനുസരിച്ചിട്ട്, സ്പേസ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ x0 y0 z0 ആ ഒരു പോയിന്റിലും അതുപോലെ തന്നെ x1 y1 z1 എന്താണ് വേറൊരു പോയിൻ്റാണ്. സ്പേസ് പോയിൻറ്റ്സ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, നേരത്തെ ടൈം മാറുന്നതനുസരിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സ്പേസ് കോർഡിനേറ്റ്, അതായത് ഒരു പോയിന്റ് മാറി വേറൊരു പോയിന്റിലും, അതായത് x0 y0 z0 എന്താണോ വെലോസിറ്റി അത് തന്നെയാണ് x1 y1 z1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുക. ഡോ വി ബൈ ഡോ എസ്, ഇതിൽ എസ് എന്ന് പറയുന്നത് സ്പേസ് കോർഡിനേറ്റ് ആണ്, അതായത് ഒരു പോയിന്റ്. ഓക്കെ, ഡോ വി ബൈ ഡോ എസ് എന്താണ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നോൺ യൂണിഫോം ഫ്ലോ ആണെങ്കിലോ അവിടെ വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ചേഞ്ചസ് വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് കോർഡിനേറ്റ് മാറുന്നത്, അതായത് പോയിന്റ് മാറുന്നതനുസരിച്ചിട്ട് വെലോസിറ്റിയും മാറുന്നതാണ്. ഓക്കെ, അതാണെന്ത് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി. സ്റ്റഡി എന്ന് പറയുമ്പോൾ ടൈം മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് വെലോസിറ്റി ഡെൻസിറ്റി ഒന്നും മാറുന്നില്ല. യൂണിഫോമിനകത്ത് കേസിൽ വെലോസിറ്റിയാണ് പറയുന്നത്. ഇവിടെ യൂണിഫോം നോൺ യൂണിഫോമിൽ ടൈം അല്ല പോയിന്റ് മാറുക, അതായത് സ്പേസ് കോർഡിനേറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്പേസ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ടും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നോൺ യൂണിഫോം ഫ്ലോ ആണ്, യൂണിഫോം ഫ്ലോ ആണ്. അപ്പോൾ സ്റ്റഡി യൂണിഫോം, സ്റ്റഡി ആണെങ്കിൽ ടൈമാണ് അവിടെ ഫാക്ടർ വരുന്നത്. ഇവിടെ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോയിലെ ഫാക്ടർ എന്താണ്, പൊസിഷനാണ്. ഫ്ലൂയിഡിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ വെച്ചിട്ടാണ് ഈ ഒരു കാറ്റഗറി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് അറിയാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾക്ക് ലാമിനാർ ആൻഡ് ടെർബുലൻറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം ഫിസിക്സിൽ നമ്മൾ വളരെ മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാമിനാർ ഫ്ലോ ഈസ് ഡിഫൈൻഡ് as that type of flow in which the fluid particles move along well defined path അല്ലെങ്കിൽ സ്ട്രീം ലൈൻ. അതായത് ഒരു സ്ട്രീം ലൈൻ അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് പാത്തിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ലെയേഴ്സ് ആയിട്ട്. ലാമിനാർ എന്ന് പറയുമ്പോൾ ലാമിന പോലെ, അതായത് ലാമിന എന്ന് വെച്ചാൽ എന്താ, ഒരു പ്ലെയിൻ എന്നർത്ഥം. ഒരു പ്ലെയിൻ ലാമിന എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ലാമിന പോലെ അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ട് ഗ്ലൈഡ് ചെയ്തുകൊണ്ട് സ്മൂത്തായിട്ട് ഒരു ലൈൻ, ഒരു പ്ലെയിൻ പോലെ ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് ഫ്ലോ ചെയ്യാണ് ലാമിനാർ എന്ന് പറയുന്നത്. ഒരു അഡ്ജസ്റ്റൻ്റ് ലെയറിൻ്റെ മുകളിലൂടെ വേറൊന്ന് അങ്ങനെ ഒരു പ്ലെയിൻ ലെയേഴ്സ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ലാമിനാർ ഫ്ലോ ആണ്. ഓക്കെ, അതിനെ നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോ എന്നും പറയാം, അതുപോലെ തന്നെ വിസ്കസ് ഫ്ലോ എന്നും പറയാം. ഓക്കെ, അതേ സമയത്ത് ടർബുലൻറ്റ് ഫ്ലോ എന്താണ്, സിഗ്സാഗ് വേയിലൂടെ, അതായത് നമ്മുടെ സാധാരണ ഫ്ലൂയിഡ് ഫ്ലോ എന്താണ്, ടെർബുലൻ്റ് ആണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ അല്ല ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പോവുക, അതിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും എല്ലാം എന്തുണ്ടാവും, അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമാണോ പോവുക, അല്ല. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും എല്ലാം ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സിഗ്സാഗ് മോഷനാണ്, അതാണ് ടർബുലൻറ്റ് ഫ്ലോ. ഇനി നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക, അവിടെ ഒരുപാട് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ടർബുലൻറ്റ് ഫ്ലോയിൽ ഹൈ എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ എഡ്ഡി ഫോർമേഷൻ. എഡ്ഡി കറൻസ് ഫോം ചെയ്യും. എഡ്ഡി കറൻസ് ഒക്കെ നമുക്ക് മുമ്പേ അറിയാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചുഴി പോലെ ഓക്കെ അങ്ങനെയാണ് ഒഴുകുന്നത്. ഓക്കെ, മാറിയും മറിഞ്ഞൊക്കെയാണ് ഒഴുകി പോകുന്നത് അല്ലേ, അതാണ് ടർബുലൻറ്റ് ഫ്ലോ. ഇനി നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്നൊരു നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ പൈപ്പ് ഫ്ലോയിൽ
ഇത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് പറയാറുണ്ട്. ഓക്കെ, വി ഡി ബൈ റോ എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, വി ഡി ബൈ ന്യൂ എന്ന് പറയുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി നമ്മൾ കൈനമാറ്റിക് ഡൈനാമിക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അതിൽ മ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ ആണ്. അത് ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക. വി എന്ന് പറയുന്ന മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ പൈപ്പാണ്. ഡി ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ഒരു പെർട്ടിക്കുലർ ഫ്ലോയിൽ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, മീൻ വെലോസിറ്റി കിട്ടും. അതുപോലെ ഡയമീറ്റർ ഓഫ് പൈപ്പാണ് ക്യാപിറ്റൽ ഡി. ന്യൂ എന്ന് പറയുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കിട്ടും. റെയ്നോൾഡ്സ് നമ്പർ 2000-ൽ കുറവാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ, 4000-ൽ കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ. ഇനി ഇൻ ബിറ്റ്വീൻ 2000 ആൻഡ് 4000 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലാമിനാർ ഓർ ടർബുലൻറ്റ്. സോ അതാണ് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ. ഇവിടെ ഡെൻസിറ്റിയാണ് ഈ കേസിൽ നമ്മൾ ഫാക്ടറായിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോയിൽ എന്ത് പഠിച്ചു? ടൈം മാറുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി ഡെൻസിറ്റി ഒക്കെ മാറുന്നുണ്ടോ ഇല്ലയോ, അതാണ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം പഠിച്ചു. അവിടെ നമ്മൾ സ്പേസിനനുസരിച്ചിട്ട് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ചു. ഇവിടെ ഇനി കംപ്രസിബിൾ ഇൻകംപ്രസിബിൾ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. ഡെൻസിറ്റി എന്ത് ചെയ്യും? പോയിൻ്റ് ടു പോയിൻ്റ് ഡെൻസിറ്റി മാറും. പോയിൻ്റ് ടു പോയിൻ്റ് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യും. ഒരു പോയിൻ്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യും. അതാണ് ഒരു ഫ്ലൂയിഡിനകത്ത്, ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ഒരു ഫ്ലോ നടക്കുകയാണ്. ഒരു ഫ്ലോയിൽ പോയിൻ്റ് ടു പോയിൻ്റിൽ നിന്ന് പോയിന്റിലേക്ക് മാറുമ്പോൾ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യും. അതാണ് കംപ്രസിബിൾ. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് പറയാം ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്. ലിക്വിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് കംപ്രസിബിൾ ആണ്. ബിക്കോസ് ഗ്യാസിനകത്ത് എന്താണ്? ഗ്യാസിനകത്ത് ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് അല്ല. ഗ്യാസിനകത്ത് ഡെൻസിറ്റി പോയിൻ്റ് മാറുമ്പോൾ ഗ്യാസിൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യും. പക്ഷേ ലിക്വിഡിനകത്ത് ഡെൻസിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ലിക്വിഡ് എന്താണ്? ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് ലിക്വിഡിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. ലിക്വിഡിൽ ഡെൻസിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് ഒരു ലിക്വിഡിൽ. അപ്പോൾ അവിടെ ഇൻകംപ്രസിബിൾ ആണ് ഫ്ലോ. പക്ഷേ ഗ്യാസിൻ്റെ കേസിൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ അവിടെ എന്താണ്? ഫ്ലോ കംപ്രസിബിൾ ആണ്. അപ്പോൾ ഇതാണ് ഡെൻസിറ്റീൻ്റെ ബേസിൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് കംപ്രസിബിൾ ഇൻകംപ്രസിബിൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്? സ്ട്രീം ലൈനിലൂടെ ഫ്ലോ ചെയ്യും. അതോടൊപ്പം തന്നെ ദേ റൊട്ടേറ്റ് എബൌട്ട് ദെയർ ഓൺ ആക്സിസ്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അവയുടെ സ്വന്തം ആക്സിസിൽ തന്നെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതാണ് റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇറൊട്ടേഷണൽ ഫ്ലോ. സോ അതിനകത്ത് അത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1, 2 ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോസ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് 1 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അവിടെ വെലോസിറ്റിക്ക് എന്ത് കോമ്പണൻറ്റേ ഉള്ളൂ? എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് മാത്രമേ എന്തിനുള്ളൂ? വെലോസിറ്റിക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ യൂഷ്വലി വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഓഫ് ടൈമും ആണ്. അതുപോലെ തന്നെ ഒരു 1 സ്പേസ് കോർഡിനേറ്റ് കൂടെ അതിന് ഉണ്ടാവും വെലോസിറ്റിക്ക് വേരിയബിളിൽ. അപ്പോൾ 1 സ്പേസ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോഴെന്താണ്? എക്സ്. ഓക്കെ, പക്ഷേ ഇതൊരു സ്റ്റഡി 1 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിലോ? സ്റ്റഡി ഫ്ലോ ആകുമ്പോൾ എന്തില്ല? വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് ഇല്ല. അപ്പോൾ ഫങ്ഷൻ ഓഫ് ടൈം അല്ല. ഓക്കെ, അപ്പോൾ സ്പേസ് കോർഡിനേറ്റ് മാത്രമേ വരൂ. അപ്പോൾ ഒരു സ്റ്റഡി 1 ഡയമെൻഷണൽ ഫ്ലോ ആകുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോമ്പണൻറ്റ് യു ആണ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വി എന്ന് പറയുന്ന വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോമ്പണൻ്റ് ആണ് വി. അതുപോലെ ഡബ്ല്യു എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോമ്പണൻ്റ് ആണ്.
അപ്പോൾ വൺ ഡയമെൻഷൻ ഫ്ലോയിൽ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ വെലോസിറ്റി കോമ്പണൻറ്റ്. പക്ഷേ വിയും ഡബ്ല്യൂയും 0 ആണ് ഇതിൽ വൺ ഡയമെൻഷണൽ ഫ്ലോയിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. യു, വി ആൻഡ് ഡബ്ല്യു ആർ വെലോസിറ്റി കോമ്പണൻറ്റ്സ് ഇൻ എക്സ്, വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പോൾ, ഒരു പൈപ്പിനകത്തൂടെ ഫ്ലോ നടക്കുമ്പോൾ 3D ആണ് ഫ്ലോ, അല്ലാതെ ഒരു ലൈനിലൂടെ അല്ല. ഓക്കെ, അതിന് ചിലപ്പോൾ അത് സിഗ്സാഗ് ടെർബുലൻറ്റ് ഫ്ലോ ആണ് പ്രാക്ടിക്കലി പോസിബിൾ. അപ്പോൾ അതിന് എക്സ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാം ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, ഒറ്റൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന് എക്സ് ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, വൈ ഡയറക്ഷനിലും ഉണ്ടാവും, സെഡ് ഡയറക്ഷനിലും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ വൺ ഡയമെൻഷൻ ഫ്ലോ ആണെങ്കിൽ അതിന് എക്സ് ആക്സിലുള്ള വെലോസിറ്റി കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ, അതായത് യു. ഓക്കെ, ഇനി 2 ഡയമെൻഷണൽ ഫ്ലോ എന്താണെന്ന് നോക്കാം. 2 ഡയമെൻഷണൽ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വെലോസിറ്റി കോമ്പണൻറ്റ് ഉണ്ട്. അതായത് യു ഈസ് ഈക്വൽ ടു F1 ഓഫ് എക്സ് വൈ, F1 ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന രീതിയിൽ. അതായത് എക്സ് കോമ്പണൻറ്റും ഉണ്ട്, വൈ കോമ്പണൻറ്റും ഉണ്ട്. ഓക്കെ, 2 കോർഡിനേറ്റ്സ് വരും, എക്സും വൈയും. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോമ്പണൻറ്റ് യു ഈസ് ഈക്വൽ ടു F1 ഓഫ് എക്സ് വൈ, വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോമ്പണൻറ്റ് വി ഈസ് ഈക്വൽ ടു F2 ഓഫ് എക്സ് വൈ ആൻഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ, തേർഡ് ഡയറക്ഷൻ നെഗ്ലിജിബിൾ ആണ്, അവിടെ ഡബ്ല്യു 0 ആണ്. ഇനി നിങ്ങൾക്ക് 3 ഡയമെൻഷണൽ ഫ്ലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മൂന്നാമത്തെ കാര്യം മനസ്സിലാവും. യു ഈസ് ഈക്വൽ ടു F1 ഓഫ് എക്സ് വൈ സെഡ്, അതായത് എക്സ് വൈ സെഡ് കോമ്പണൻസ് ഉണ്ട് 3 ഡയമെൻഷനിൽ. അപ്പോൾ 3 ഡയറക്ഷനിലെയും വെലോസിറ്റി കോമ്പണൻസ് വരും. യു ഈസ് ഈക്വൽ ടു F1 ഓഫ് എക്സ് വൈ സെഡ്, വി ഈസ് ഈക്വൽ ടു F2 ഓഫ് എക്സ് വൈ സെഡ്, അങ്ങനെ. ഓക്കെ, 3 കോമ്പണൻസ്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഫ്ലോ. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നമ്മൾ കോമൺലി കേൾക്കുന്ന സ്റ്റഡി, അൺസ്റ്റഡി, യൂണിഫോം, നോൺ യൂണിഫോം, അതുപോലെ തന്നെ കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, ലാമിനാർ, ടർബുലൻറ്റ്, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മളിവിടെ കൂടുതലും നമ്മൾ ഫ്ലോ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ സ്റ്റഡി ഫ്ലോ, ഇൻകംപ്രസിബിൾ ഫ്ലോ, ഇതിൻ്റെ രണ്ടും, അതായത് സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് കൂടുതലും നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഫ്ലോ ആകുമ്പോഴെന്താണ് അതിൽ വെലോസിറ്റി ഒരു ഫാക്ടർ ആവുന്നില്ല. വെലോസിറ്റി ഫാക്ടറാണ്, വെലോസിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് ടൈം മാറുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് സ്റ്റഡി ഫ്ലോയിൽ വരുന്നത്. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ഇൻകംപ്രസിബിളിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ റേറ്റ് ഓഫ് ഡിസ്ചാർജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the quantity of fluid flowing per second through a section of a pipe or channel. ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ എ സെക്ഷൻ ഓഫ് പൈപ്പ്, ഒരു പൈപ്പിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ അതിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്താണ്, അതാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് അക്രോസ് ദ സെക്ഷൻ പെർ സെക്കൻഡ്. എന്താണെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. ഫോർ കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിലോ റേറ്റ് ഓഫ് ഫ്ലോ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് അക്രോസ് ദ സെക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിക്വിഡിൻ്റെ കേസിൽ നമ്മളിവിടെ പറഞ്ഞു എന്താണ്, ഇൻകംപ്രസിബിൾ ആണെങ്കിൽ അല്ലേ, ഇൻകംപ്രസിബിൾ ആണെങ്കിൽ യൂഷ്വലി വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ലിക്വിഡ് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ് ലിക്വിഡ്. അപ്പോൾ എന്താണ്, വോളിയം പെർ സെക്കൻഡ് ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ, അതായത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും യൂണിറ്റ്. പക്ഷേ ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് അക്രോസ് എ സെക്ഷൻ ആണെന്ത്, അതിൻ്റെ ടേംസിലാണ് റേറ്റ് ഓഫ് ഫ്ലോ പറയുക. അപ്പോൾ ന്യൂട്ടൺ പെർ സെക്കൻഡ് അല്ലെങ്കിൽ kgf പെർ സെക്കൻഡ് ആണ് ഗ്യാസസിൻ്റെ കേസിൽ വരുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ലിക്വിഡിൻ്റെ
ഫ്ലോ ആണ് കൂടുതലും, നമുക്ക് ലിക്വിഡാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ കൂടുതലും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ലിക്വിഡിൻ്റെ ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ലിക്വിഡ് എന്ന് വെച്ചാൽ ഇൻകംപ്രസിബിൾ ആണ്, അവിടെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് ലിക്വിഡിൽ, അതായത് അത് ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ ലിക്വിഡ് ഫ്ലോ ആണെങ്കിൽ അവിടെ ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്നാണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ. അതായത് ക്യാപിറ്റൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പൈപ്പ്, ക്യാപിറ്റൽ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എക്രോസ് എ സെക്ഷൻ. ആ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡാണ് ക്യാപിറ്റൽ വി. ഇനി ക്യൂ ഈസ് ഈക്വൽ ടു എ വി. ഇതിന് ഒന്നുകൂടെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടണമെങ്കിൽ നെക്സ്റ്റ് ഈ പറയുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ഫിസിക്സിൽ കേട്ടിട്ടുള്ള കാര്യമാണ്, അതൊന്നുകൂടെ റിഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു പൈപ്പ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സെക്ഷൻ ആ പൈപ്പിൽ നമ്മൾ എടുക്കുന്നു. ഒന്ന് 1-1 എന്ന് പറയുന്ന സെക്ഷനും ഒന്ന് 2-2 എന്ന് പറയുന്ന സെക്ഷനും. ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ്ലി അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ കൺസർവേഷൻ ഓഫ് മാസ് ആണ്. കൺസർവേഷൻ ഓഫ് മാസ് ആണ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതായത് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ് അറ്റ് ഓൾ ദ ക്രോസ് സെക്ഷൻ, എല്ലാ ക്രോസ് സെക്ഷനിലും ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റൻറ്റ്. എല്ലാ സെക്ഷനും ഇപ്പോൾ നമ്മൾ കണ്ട ഫിഗറിൽ 1-1 സെക്ഷൻ ആയാലും 2-2 സെക്ഷൻ ആയാലും ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. അതാണെന്ത് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 1-1 എടുക്കുകയാണെങ്കിൽ V1 എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയും അതുപോലെ ρ1 എന്ന് പറയുന്നത് ഡെൻസിറ്റിയും A1 ഏരിയ ആണെങ്കിൽ, അതേപോലെ സെക്ഷൻ 2-2ൽ V2 ρ2 A2 ആണ് വെലോസിറ്റി ഡെൻസിറ്റി ഏരിയ എങ്കിൽ, റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് അറ്റ് സെക്ഷൻ 1-1 എന്താണ് ρ1 A1 V1. റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് അറ്റ് സെക്ഷൻ 2-2 ρ2 A2 V2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മാസ് കൺസർവേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താണ് മാസ് ആണല്ലേ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം മാസ് ആണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താണ് മാസ് ആണ്. ഇൻറ്റു ഏരിയ, അത്രയും ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന മാസ്, അതാണെന്ത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. മാസ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് സെക്ഷൻ 1-1ഉം 2-2ഉം ഈക്വൽ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2. അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ A11 ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ 2-2. ഓക്കെ, ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. ഡെൻസിറ്റി ρ1 ഇൻറ്റു V1. ഇവിടെ നമ്മൾ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഡെൻസിറ്റി മാറുന്നുണ്ട്. അതായത് നമ്മളൊരു കംപ്രസിബിൾ ഫ്ലൂയിഡിനും ഇൻകംപ്രസിബിളിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണിത്. എസ്പെഷ്യലി കംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കും. ρ1ഉം ρ2ഉം വേറെ പറയുകയാണെങ്കിൽ ഇതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ്. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ, അതായത് ലിക്വിഡ് ആണെങ്കിൽ ഡെൻസിറ്റി ഈക്വൽ ആണ്, അതൊരു ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ρ1ഉം ρ2ഉം ഈക്വൽ ആവും. അപ്പം ലിക്വിഡിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ എന്താണ് ρ1ഉം ρ2ഉം ഈക്വൽ ആയതിനാൽ ρ1ഉം ρ2ഉം ക്യാൻസലായി പോകും. അപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, അതായത് ലിക്വിഡ് ഒരു ഇൻകംപ്രസിബിൾ ആണ്, അതായത് ഇതിൻ്റെ ഡെൻസിറ്റി ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ പോയിന്റിലും ഡെൻസിറ്റി ഈക്വൽ ആണ്. സെക്ഷൻ 1-1 ആയാലും 2-2 ആയാലും ഡെൻസിറ്റി ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും A1 V1 ഈസ് ഈക്വൽ ടു A2 V2. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ 1-1 ഈക്വൽ ടു 2-2 നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു.
ഇവിടെ ഇപ്പോൾ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് പറയുമ്പോൾ ഇവിടെ A എന്ന് പറയുന്ന ഏരിയയും V എന്ന് പറയുന്ന വെലോസിറ്റിയാണ്, വോളിയം ഒന്നും അല്ല. അറിയാതെ എക്സാമിന് നിങ്ങൾ വോളിയം ഒന്നും എക്സാമിന് നല്ല പഠിക്കുമ്പോൾ നിങ്ങൾ വോളിയം നമ്മൾ V എന്ന് കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് വോളിയം തോന്നാനുള്ളൊരു ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇത് ഫ്ലൂയിഡും ഫ്ലോ ഒക്കെ ആയതുകൊണ്ട്. വെലോസിറ്റിയാണ് ഇവിടെ വരുന്നത്, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ A1 V1 ഈക്വൽ ടു A2 V2 എന്ന് പറയുമ്പോൾ ഇവിടെ ഏരിയ, അതായത് ക്വാണ്ടിറ്റി, ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിയും ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിയും ഈക്വലാണ്. കാരണം ഇവിടെ ഏരിയ കുറവാണ്, രണ്ടാമത്തെ സെക്ഷനിൽ ഏരിയ കൂടുതലാണ്. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രോസ് സെക്ഷൻ എടുക്കുകയാണ് 2 എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഏരിയ ഈ സൈഡിൽ കൂടുതലും ഈ സൈഡിൽ കുറവാണ്, കാരണം ഇവിടെ ചുരുങ്ങിയിട്ടാണ് പൈപ്പ് ഉള്ളത്. ഇവിടെ ഏരിയ കുറയുമ്പോൾ ഇവിടെ വെലോസിറ്റി കൂടും, ഇവിടെ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇതിലൂടെ പോകുന്ന ക്വാണ്ടിറ്റി സെയിം ആവുന്ന എങ്ങനെയാണ്? ഇതിലൂടെ ഇവിടെ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, ഇവിടെ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ് ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ 1 ഈസ് ഈക്വൽ ടു സെക്ഷൻ 2. മനസ്സിലായല്ലോ? ഡെൻസിറ്റി എപ്പോഴാണ് ക്യാൻസലായി പോകുന്നത്? ഇതാണ് യഥാർത്ഥ ഇക്വേഷൻ. റോ എ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് യഥാർത്ഥ ഇക്വേഷൻ. പക്ഷേ ഇൻകംപ്രസിബിൾ ആകുമ്പോൾ അവിടെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ടേംസ് ക്യാൻസൽ ആകുമ്പോഴാണ് നമുക്ക് 1 ഡയമെൻഷനിൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് പറയുന്ന എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ 1 ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഇതാം. ഇനി നമുക്ക് 3 ഡയമെൻഷനിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ, 3 ഡയമെൻഷനിൽ വരുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡെറിവേഷൻ. ഇനി ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് AB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, AB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി നിങ്ങളിവിടെ ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2, അതിൽ നിന്ന് എന്ത് കിട്ടി? A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് കിട്ടി. അത് തന്നെയാണ് ഇവിടെയും എഴുതിയിട്ടുള്ളത്. Q ഈസ് ഈക്വൽ ടു AV എന്ന് എഴുതിയില്ലേ? അതാണ് എന്ത് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യുന്ന അതാണ്. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് 2 സെക്ഷൻ തന്നിട്ടുണ്ട്. ഈ സെക്ഷനിലുള്ള ഏരിയയും വെലോസിറ്റിയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഈ സെക്ഷനിലുള്ള വെലോസിറ്റി തന്നിട്ടില്ല, ഏരിയ ആണ്. അതായത് ഡയമീറ്ററിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാം, ഏരിയ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയാണെന്ന്, V2 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ A1 V1 ഈസ് ഈക്വൽ ടു A2 V2, അതിൽ നിന്ന് V2 കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല.